അറിഞ്ഞില്ലേ നിങ്ങള്? എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? എന്തോ പുളിയെ വിഴുങ്ങണവരെന്ന് വിളിക്കുന്ന കാണാട്ടായിരുന്നു. പക്ഷെ ആ സുധിച്ചേട്ടന്റെ ട്രോഫി എല്ലാം കട്ടിന്റെ അടിയിലായി പോയി സുഹൃത്തുക്കളെ. എന്ത് ചെയ്യാൻ, എന്ത് ചെയ്യും? 10,000 രൂപ. ഓഹോ, ഇത് കൊടുക്കും. ചളമായെന്നാ തോന്നുന്നു. ഇതാണ് ആ സുധിച്ചേട്ടനോടുള്ള സ്നേഹം. സാധാരണ നമ്മുടെയൊക്കെ അറിവിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. സാധിച്ചത് എന്റെ സുഹൃത്തുക്കളെ, സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിൽ രേണു സുധിയുടെ ട്രോഫി ടേബിളിൽ. രേണു സുധിയെ വേണമെങ്കിൽ പബ്ലിക്കിലേക്ക് സാധനം ഇട്ടുകൊടുക്കാണ്ട് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു. രേണുവിനെതിരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടുമെന്ന് കിച്ചുവിന് പറയും. പക്ഷെ കിച്ചു എന്തുകൊണ്ടോ അത് മറച്ചു വെച്ചില്ല, നാട്ടുകാരിലേക്ക് കാണിക്കുകയാണ് ചെയ്തത്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെ പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറും. അച്ഛന്റെ ട്രോഫി കാണിക്കട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് കിച്ചു എടുത്ത വ്ളോഗിൽ കിടക്കുന്ന സാധനമാണ് കട്ടിന്റെ അടിയിൽ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്റെ സുധിച്ചേട്ടാ, എന്റെ സുധിച്ചേട്ടാ. 4 നേരം ഗുളിക വിഴുങ്ങണവരെന്ന് വിളിക്കുന്ന കാണാട്ടായിരുന്നു. പക്ഷെ ആ സുധിച്ചേട്ടന്റെ ട്രോഫി എല്ലാം കട്ടിന്റെ അടിയിലായി പോയി സുഹൃത്തുക്കളെ. എന്ത് ചെയ്യാൻ? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരൻ. എനിക്ക് മതിയായി. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.